നമസ്കാരം. മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്ന്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസർ. മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് ഞാനീ പറയുന്ന മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനോമോട്ടോയിലും മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്, ആ കാശിന് വേണ്ടി മാത്രം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അരി എത്തിക്കാനും ശ്രമിക്കുന്നത്, മുടക്കാൻ ശ്രമിക്കുന്നില്ല. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചൂടെ? എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ? നാട്ടിൽ വെള്ളപ്പൊക്കൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ? ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതെന്റെ പാരമ്പര്യം. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ്, നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ചിലർ നടക്കാൻ തുടങ്ങിയിട്ട് കാലഘട്ടത്തിലേ ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് നൂറുകണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. നിങ്ങൾ നല്ലത് എന്തെങ്കിലും ചെയ്യും, അതല്ലേ നല്ലത്. നല്ലത് ചെയ്താൽ നല്ലത് വരും. ഞാൻ ഇപ്പൊ കാനഡയിലാണ്, അടുത്ത ആഴ്ച നാട്ടിൽ വരും. ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആവശ്യങ്ങളുണ്ടോ? സദ്യ നല്ല ക്വാളിറ്റിയിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. ആരോടും ചോദിച്ചിട്ടല്ല, അത് ഞങ്ങളുടെ മഹിമ. നമുക്ക് ഒരുമിച്ചിരുന്ന് പായസമൊക്കെ കൂട്ടി സുഖമായിട്ട് കഴിക്കാം. ലേറ്റ് ആവണ്ട, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ. ഓക്കെ, താങ്ക് യു.